Meet the editors. രണ്ടാമത്തെ ചോദ്യം തൃശ്ശൂരിൽ മോദി കയ്യിലെടുക്കുമോ എന്നാണ്. സുജയ, അയോധ്യയ്ക്ക് ശേഷം ഒരു വലിയ റോഡ് ഷോയാണ് തൃശ്ശൂരിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദിയുടേത് വലിയ പ്ലാനിംഗ് ആണ്. എ ക്ലാസ് മണ്ഡലമാണ്. സുരേഷ് ഗോപി മത്സരിക്കാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ്. ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവ്. തൃശ്ശൂർ മോദി ഇങ്ങെടുക്കുമോ? തൃശ്ശൂർ എന്നല്ല, ഇന്ത്യ തന്നെ എടുത്ത മോദിക്ക് ഇനി എന്ത് തൃശ്ശൂർ? അപ്പോൾ ഇന്ത്യ തന്നെ ആ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും കയ്യിലാണ്. നന്നായി അവർ ഭരിക്കുന്നുണ്ട്. സെക്കൻഡ് ടേമും കിട്ടി. അപ്പോൾ തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി വരുന്നത് ഇതാദ്യത്തെ തവണയല്ല. അപ്പോൾ തൃശ്ശൂരിലേക്ക് വരുന്നു. അവിടെ നടക്കാൻ പോകുന്നത് സ്ത്രീ ശക്തി സംഗമമാണ്. നാരീശക്തൻ വന്ദൻ നിയമം അത് പാസ്സാക്കിയതിന് ശേഷമാണ്, മറ്റൊരു പോൾ പ്രോമിസ് കൂടി ഡെലിവർ ചെയ്തതിന് ശേഷമാണ് സ്ത്രീകളുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി നരേന്ദ്രമോദി വരുന്നത് എന്നുള്ളതാണ് ഈ വിസിറ്റിന്റെ പ്രത്യേകത. തൃശ്ശൂർ അടക്കമുള്ള കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുക്കുന്നു. തൃശ്ശൂരിൽ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടാകും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നമുക്കറിയാം, പലയിടങ്ങളിലും BJPയുടെ വിജയം ഉറപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ, സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിലൊക്കെ നിർണായകമായത് സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ചത്. 2019 അത് സംഭവിച്ചതാണ്. അപ്പോൾ ഈ വിമൺ ഓൺട്രപ്രണേഴ്സ്, അതുപോലെ തന്നെ സ്ത്രീ ശക്തിയുടെ ഒരു പ്രതിഫലനം അത് കൂടുതലായി രാജ്യത്ത് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊന്നിയുള്ള ഒരു സംഭാഷണമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുന്നതിനായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് ആ പാർട്ടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു റോഡ് ഷോ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് വരുന്നത്. ഈ റോഡ് ഷോയും വളരെ കളർഫുൾ ആയിരിക്കും. അത് മറ്റിടങ്ങളിലുമൊക്കെ കണ്ടതുപോലെയുള്ള പങ്കാളിത്തം. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് യുവം എന്ന പേരിൽ യുവാക്കളുടെ ഒരു സംഗമം വിളിച്ചു ചേർത്തത്. അതിനുശേഷം ഇപ്പോൾ സ്ത്രീകളുടെ ഒരു സംഗമം വിളിച്ചു കൂട്ടുന്നു. യുവാക്കളും സ്ത്രീകളും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് പ്രധാനമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതിൽ നോക്കൂ, പല തുറകളിലുള്ള സ്ത്രീകൾ, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീകളെ കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. അത് തന്നെ കൃത്യമായ ഒരു പൊളിറ്റിക്സ് ആണ്. കാരണം പല മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ, അതിൽ ഒരു ഇൻഡിസിസീവായുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കേഡർ വോട്ടർമാരല്ലാത്ത സ്ത്രീകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഈ പരിപാടിയിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ പരിപാടിയുടെ ഒരു ഹൈലൈറ്റായി ഞാൻ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച മൻ കി ബാത്തിന്റെ 108ാം എപ്പിസോഡിലും സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീ ശക്തിയെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ നാരീശക്തി വന്ദൻ നിയമം പാസ്സാക്കിയതിനെ കുറിച്ച്, ഒപ്പം വികസിത ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് സ്വാശ്രയത്വത്തിന്റെ ആത്മാവാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഈ വോക്കൽ ഫോർ ലോക്കൽ എന്ന ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കീം, അതിലൂടെ വിമൺ ഓൺട്രപ്രണേഴ്സ്, അവർക്ക് കേരളത്തിൽ കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നമ്മളിവിടെ കുടുംബശ്രീ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു സ്വാശ്രയത്വത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അതേക്കുറിച്ചായിരിക്കും പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത്. അതുവഴി കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ കൂടുതലായി പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും BJPക്ക് സ്വാഭാവികമായും ഉണ്ടാകും. വിവിധ തുറകളിൽ മികവ് തെളിയിച്ച വനിതകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുക. കായിക രംഗത്ത് നിന്ന് നമ്മുടെയൊക്കെ അഭിമാനമായ മിന്നുമണി, വൈക്കം വിജയലക്ഷ്മി, മറിയക്കുട്ടി തുടങ്ങിയവരൊക്കെ വേദിയിൽ ഉണ്ടാകും. മറിയക്കുട്ടി ആ വേദിയിലേക്ക് വരികയാണെങ്കിൽ അത് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പിച്ചച്ചട്ടിമെടുത്ത് നിൽക്കുന്ന മറിയക്കുട്ടിയെ കോൺഗ്രസ് ആക്കി CPI പരിഹസിക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്കൊപ്പം മറിയക്കുട്ടി നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ പോകുന്നത്. അപ്പോൾ മറിയക്കുട്ടി ആ വേദിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കൊണ്ടുവരുന്ന ചാം അതൊന്ന് വേറെ തന്നെയായിരിക്കും. കാരണം പെൻഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തിയ മറിയക്കുട്ടിയെ വേദിയിലേക്ക് എത്തിക്കുക, അതും നരേന്ദ്രമോദിക്കൊപ്പം എത്തിക്കുക, നാനാ തുറകളിലും പെട്ട സ്ത്രീകളെ ഷോക്കേസ് ചെയ്യുക, അതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ്, അത് കേരളവും അധിക ദൂരമല്ല എന്നത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് വരുന്നത്. മോദി തൃശ്ശൂരിനെ എന്നല്ല, ഇന്ത്യയെ കയ്യിലെടുത്തതാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് പ്രധാനമന്ത്രി മറ്റന്നാൾ നടത്താൻ പോകുന്നത് എന്ന് വിലയിരുത്തുന്ന ഞാൻ. നേരത്തെ 10 മണ്ഡലങ്ങൾ, പിന്നീട് 5 മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങളാണ് എന്നൊക്കെ BJP പറഞ്ഞിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുവനന്തപുരവും തൃശ്ശൂരും 2 ലോക്സഭാ മണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലം തന്നെയാണ്. BJP പരിശ്രമിച്ചാൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ തന്നെയാണ് ഇവ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അനിൽ ആൻ്റണിയൊക്കെ BJP വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 25-ാം തീയതി നടന്നിട്ടുള്ള ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെയും ബിസിനസ്സുകാരുടെയും ഒക്കെ കൂട്ടായ്മ
പോരായ്മ എന്ന് പറയുന്നത് ഈ അനിൽ ആൻ്റണിയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ പ്രധാനമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ നിലയിൽ നല്ല രീതിയിൽ ശ്രമത. നേരത്തെ ഒരു ഫാദർ കുര്യാക്കോസ് മറ്റത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ഫാദർ ഷൈജു കുര്യൻ. അതിനകത്ത് തന്നെ നേരത്തെ സ്മൃതി അത് പറഞ്ഞു പോയതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. സഭയുടെ വലിയ മെത്രാപ്പൊലിത്ത മാർ കുര്യാക്കോസ് ക്ലമ്മിസ് തിരുമേനിയുടെ സാന്നിധ്യത്തിലാണ്. മാത്രമല്ല ഈ വലിയ മെത്രാപ്പൊലിത്ത കിഴക്ക് മുറിച്ച് വി മുരളീധരൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വളരെ സ്നേഹപരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ യഥാർത്ഥത്തിൽ BJP നേതാക്കളുമായിട്ട് സഭാ മേലധ്യക്ഷന്മാരടക്കം ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു മെച്ചപ്പെട്ട കാര്യം തന്നെയാണ്. നോക്കൂ, നേരത്തെ തന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഒരു ഗോവ മനോഹർ പരീക്കർ മാതൃകയിൽ കേരളത്തിൽ ക്രൈസ്തവരുമായി ഇഴുകിച്ചേർന്ന് പോകണമെന്നുള്ളത് AB വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KM മാണിയുമായി പല ഘട്ടത്തിലും BJP ചർച്ച നടത്തിയിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് BJPയുമായിട്ടൊരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് യഥാർത്ഥത്തിൽ മാണിസാറിനെ പോലുള്ളവർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലും മാണിസാറായിരുന്നു അതിനിടയിൽ നിന്നിട്ടുള്ള ഒരു പാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ BJP നേരത്തെ തന്നെ നടത്തിയിട്ടുള്ള ശ്രമം. പക്ഷേ ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു വി മുരളീധരനെ പോലുള്ളവരാണെന്ന് തോന്നുന്നു. വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മാണിസാർ മുന്നണിയിലേക്ക് വരുന്നതിനെ പ്രത്യക്ഷത്തിൽ എതിർക്കുകയും യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗമൊക്കെ നേരത്തെ ഒരു സാധ്യത തേടിയിരുന്നു. BJP മുന്നണിയിലേക്ക് പോയാൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള സാധ്യതകൾ തേടിയിരുന്നു. പക്ഷേ അതെവിടെയൊക്കെ ബ്രേക്കായിപ്പോയി. വി മുരളീധരനൊക്കെ അതിന് എതിരായി നിന്നാണ്. ഇന്നിപ്പോൾ വി മുരളീധരന് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയമൊന്നും രൂപീകരിക്കാൻ കേരളത്തിലാണെങ്കിൽ പോലും പറ്റില്ല. അപ്പോൾ ദേശീയ തലത്തിൽ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ അമിത്ഷാ മത്സര സാധ്യതയുള്ള കണ്ടെത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ 2 എണ്ണമാണ് തിരുവനന്തപുരവും തൃശ്ശൂരും എന്ന് പറയുന്നത്. അവിടെ ക്രൈസ്തവരുടെ പിന്തുണ ഉണ്ടായേ തീരൂ എന്നുള്ളതാണ്. ഒന്ന് ലാറ്റിൻ വിഭാഗത്തിൻ്റെ പിന്തുണ. തൃശ്ശൂരിലാണെങ്കിൽ അവിടെയും ഏതാണ്ട് 25% മുകളിലോ മറ്റുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തൃശ്ശൂർ 35% ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ക്രൈസ്തവരുടെ വോട്ടില്ലാതെ ജയിക്കാനാകില്ല. അവിടെയാണ് ഈ ഈസ്റ്ററിന് പ്രധാനമന്ത്രി പള്ളിയിലേക്ക് പോകുന്നത്, ക്രിസ്മസിന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, കേക്ക് കൈമാറ്റവും മറ്റ് പരിപാടികൾ മുന്തിരിവീഞ്ഞും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തന്ത്രപരമായിട്ടുള്ള ഇടപെടലാണ്. ആ തന്ത്രപരമായ ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് റിസൾട്ട് ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല കേട്ടോ. അതൊക്കെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിരന്തര ശ്രമം BJP നടത്തിക്കൊണ്ടിരിക്കുക. അത് കണ്ട് പഠിക്കണം യഥാർത്ഥത്തിൽ മറ്റ് മതേതര കക്ഷികളെന്ന് അവകാശപ്പെടുന്നവർ. അതെ, ഈ മറിയക്കുട്ടി വരുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് മറിയക്കുട്ടി ഒരു കാര്യം കൂടെ ഞാൻ മറിയക്കുട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട്, ഈ മറിയക്കുട്ടി യഥാർത്ഥത്തിൽ ഇന്ന് സൊസൈറ്റിയിലുണ്ട്. അതായത് അത് ജുഡീഷ്യറിയിലുണ്ട് മറിയക്കുട്ടിമാർ, രാഷ്ട്രീയത്തിലുണ്ട് മറിയക്കുട്ടിമാർ. നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇത് കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അല്ല, മാത്രമല്ല മറിയക്കുട്ടി എത്തുന്ന സമയത്ത് ഈ മറിയക്കുട്ടി വാങ്ങുന്ന പെൻഷനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യുമ്പോൾ മറിയക്കുട്ടിയുടെ പെൻഷൻ വിഹിതത്തിൽ കേന്ദ്രവിഹിതം എത്രയാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടുമല്ലോ. മറിയക്കുട്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രവിഹിതത്തിൽ 600 രൂപ മാത്രമാണ് പെൻഷൻ വിഹിതമായിട്ടുള്ളത്. ആ 1600 രൂപ കിട്ടുന്നതിൽ 600 രൂപ കേന്ദ്രത്തിൻ്റെതും ബാക്കിയുള്ളത് സംസ്ഥാനത്തിൻ്റെതുമാണ് എന്നൊരു കണക്ക് കൂടിയുണ്ട്. അതവിടെ നിൽക്കട്ടെ, മറിയക്കുട്ടിമാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം. ഞാൻ വരുന്നത് അതിൻ്റെ കണക്കുകളിലേക്കാണ്. കഴിഞ്ഞ തവണ 28% സുരേഷ് ഗോപി നേടിയത്, 39% വിജയിച്ച TN പ്രതാപൻ നേടിയത്. വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 11% വ്യത്യാസം മാത്രമാണ്. പക്ഷേ ആ 11% വ്യത്യാസത്തെ എങ്ങനെ മറികടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 35% എന്ന് പറയുന്നത് ക്രിസ്ത്യനാണ്, 18% എന്നുള്ളത് മുസ്ലിമാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ നിലവിലുള്ള TN പ്രതാപൻ്റെ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കണം. കാര്യം അവിടെ കഴിഞ്ഞ തവണ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് CPIക്ക് നിന്നത് രാജാജി മാത്യു. ഇത്തവണ വരാൻ പോകുന്നത് സുനിൽകുമാറാണ് എന്നുള്ളത് ഏറെക്കുറെ നിശ്ചയമാണ്. അപ്പോൾ സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി എന്നൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്കാണ് തൃശ്ശൂർ പോകുന്നതെങ്കിൽ കഴിഞ്ഞ തവണ രാജാജി മാത്യു നേടിയ വോട്ടായിരിക്കില്ല CN ജയദേവൻ നേടിയ വോട്ടിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അരിത്തമാറ്റിക്സ് ഇപ്പോഴും തൃശ്ശൂരിൽ അത്ര ശോഭനമല്ല. പക്ഷേ എന്തും സംഭവിക്കാം. ഇതേപോലെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, താത്വികമായിട്ടുള്ള ചില നിലപാടുകളിലെ മാറ്റങ്ങൾ, കോംപ്രമൈസുകൾ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ മാജിക് എന്നുള്ളത് അത്ര നിസ്സാരമായി എഴുതിക്കളയാവുന്ന ഒന്നല്ല. എന്തായാലും നരേന്ദ്രമോദി എത്തുന്നുണ്ട്. എത്തുമ്പോൾ ഈ വലിയൊരു ഷോക്കേസിംഗ് ഒക്കെ നടക്കും. പക്ഷേ പല ഷോക്കേസിംഗ് ഒക്കെ നടക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മിഠായി തെരുവ് എല്ലാവരെയും സ്വീകരിക്കും. പക്ഷേ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മിഠായി തെരുവ് വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ ശക്തൻ തമ്പുരാനും ഈ പറയുന്ന തൃശ്ശൂരിൻ്റെ റൗണ്ടിലെയും മനുഷ്യർ അവരുടേതായിട്ടുള്ള വിധിയായിരിക്കും നൽകുക. ഞാൻ തന്നെ തൃശ്ശൂർ പോയപ്പോൾ എനിക്ക് കിട്ടിയ പൾസും അത് തന്നെയാണ്. സാധാരണക്കാരായ മനുഷ്യർ അവരുടെ വിശ്വാസവും വ്യക്തി താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോവുക. എന്താണ് വിധി എന്നുള്ളത് നമുക്ക് വിധിക്കാൻ കഴിയില്ല. മോദി കയ്യിലെടുക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും മറ്റന്നാൾ നടക്കാൻ പോകുന്ന റോഡ് ഷോ കയ്യിലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
മോദി കയ്യിലെടുക്കുമോ എന്ന് ചോദിച്ചാൽ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും വിജയിക്കാൻ പോകുന്നില്ല. ഈ പരിപാടി എന്ന് പറയുന്നത് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ളതാണല്ലോ. അത് ഈ പറയുന്നത് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാനുള്ള പരിപാടി. 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്നു. പക്ഷേ ഈ മറ്റ് നോർത്ത് ഇന്ത്യയിൽ സ്ത്രീകളുടെ അടുത്ത് പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ദൃശ്യം 10 കോടി ഗ്യാസ് സിലിണ്ടർ നൽകിയാൽ അവസാനം സിലിണ്ടർ കിട്ടിയ വീട്ടിൽ പോയി അവിടുത്തെ വീട്ടമ്മയിൽ നിന്ന് അവരിൽ നിന്നൊരു ചായ കുടിക്കുന്ന പോലത്തെ ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഇവിടെ പൊതുവെ സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. ഇവിടെ കുടുംബശ്രീയൊക്കെ വളരെ ഭംഗിയായി നടന്നിട്ടുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് പൊതുവെ മുന്നിൽ വരുന്ന കാഴ്ച എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സാക്ഷി മാലിക് അടക്കമുള്ളവർ അവരുടെ ട്രോഫി കൊണ്ടുവയ്ക്കുന്ന, അവരുടെ മെഡലുകൾ കൊണ്ടുവയ്ക്കുന്ന ദൃശ്യങ്ങൾ, തെരുവിൽ ദിവസങ്ങളോളം നടത്തിയ സമരം, മണിപ്പൂരിൽ വസ്ത്രമില്ലാതെ രക്ഷ തേടി ഓടിക്കൊണ്ടിരുന്ന 2 സ്ത്രീകൾ, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്തു, എന്ത് പ്രതികരണം നടത്തി എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോഴും ഈ പറയുന്നത് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എം വി നികേഷ് കുമാർ പറയുന്നത് ശരിയാണ്. പതുക്കെ പതുക്കെ അങ്ങനെയാണല്ലോ, പതുക്കെ പിടിക്കാൻ അതിനവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്, കൃത്യമായ തന്ത്രമുണ്ട്. അത് വളരെ ഭംഗിയായി പല സ്ഥലത്ത് അവർ നിറവേറ്റിയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തിരുന്ന് നമ്മുടെ ശതമാനക്കണക്കൊക്കെ പറഞ്ഞല്ലോ തൃശ്ശൂരിൽ. അപ്പോൾ ഏത് സാഹചര്യമായിരുന്നു എന്ന് കൂടി ഓർക്കണം. അത് സുവർണാവസരമായിരുന്നു. ആ സുവർണാവസര കാലഘട്ടത്തിൽ പോലും 3ാം സ്ഥാനത്ത് ഇത്ര ശതമാനമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സുവർണാവസര ഘട്ടമല്ല ഇപ്പോഴാണെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ കേരളത്തിൽ അരാഷ്ട്രീയരായ ആളുകളല്ല എന്നുള്ളത് കൊണ്ടും, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ അത്ര പെട്ടെന്നൊന്നും കയ്യിലെടുക്കാൻ പറ്റുന്നവരല്ല കേരളത്തിലെ ജനത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വിധിയിലേക്ക് എത്തിയാൽ മോദി കയ്യിലെടുക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 1, നോ എന്ന് 3. Meet the editors.